ഇവനെ പോലെയുള്ള ആൾക്കാരാണ് ഇന്നത്തെ ഫിറ്റ്നസ് ഇൻഡസ്ട്രിയെ ഇത്ര മോശമാക്കിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അറിവുകളല്ല, റോങ് ആയിട്ടുള്ള ഇൻഫർമേഷനാണ്. നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കേൾക്കുക. അഥവാ കൂടുതൽ വിശപ്പ് കൂടുതൽ കഴിക്കാനുള്ള ടെൻഡൻസി കൂടും, ഡോപ്പമിൻ ഇൻക്രീസ് ചെയ്യും. അഥവാ നാവിൽ വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് കഴിച്ചോ എന്നുള്ള ഈ ഒരു ഫീലിംഗ് വരും. അതുകൊണ്ട് ഭക്ഷണത്തെ നിയന്ത്രിക്കാൻ കഴിയില്ല എന്നാണ് സർട്ടിഫൈഡ് ട്രെയിനേഴ്സ് പറയുന്നത്. ഓക്കെ, അതിനുശേഷം ഇവർ പറയുന്നത് നമ്മൾ എഗ്ഗ് കഴിക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് വാമിറ്റിംഗ് അഥവാ ഛർദ്ദിക്കാനുള്ള ഫീലിംഗ് വരും എന്നാണ് പറയുന്നത്. അഥവാ പ്രോട്ടീൻ ഫുഡ് കൂടുതൽ കഴിക്കില്ല എന്നുള്ളത്. ഇതിന് പറയുന്നതാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നമ്മുടെ സ്റ്റൊമക്കിൽ റിലീസ് ചെയ്യുന്ന GIP1CCK എക്സ്പെക്റ്റഡ് YY ഹോർമോൺ, ന്യൂറോ ട്രാൻസ്മിറ്റർ ഹോർമോൺ. ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് വയർ ഫില്ലായിട്ട് ഇനി ഭക്ഷണം കഴിക്കേണ്ട എന്ന് ഇൻഫോം ചെയ്യുന്ന ന്യൂറോ ട്രാൻസ്മിറ്റർ ഹോർമോണാണ്. ഇത് പച്ചക്കറിയിലുമുണ്ട്, അഥവാ നിങ്ങൾ പറഞ്ഞ കാർബോഹൈഡ്രേറ്റ് ഫുഡിലുമുണ്ട് റിലീസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ പറഞ്ഞ മീറ്റ് ഫുഡിലുണ്ട്, ഫാറ്റ് ഫുഡിലുണ്ട്. ഇത് എല്ലാ ഫുഡുകളിലുമുണ്ട്. നിങ്ങൾ പറയുന്ന ഈ ഗ്രെലിൻ ഹോർമോൺ കൺട്രോൾ ചെയ്യാൻ. പക്ഷേ ഇതിൻ്റെ പ്രശ്നം എവിടെയെന്ന് അറിയോ? നിങ്ങൾ പറഞ്ഞ ബിരിയാണി, ഈ ബിരിയാണി എന്ന് കാർബോഹൈഡ്രേറ്റ് അടങ്ങിയത് കൊണ്ടല്ല, നിങ്ങൾ ഇതിൻ്റെ കൂടെ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യുന്നത് കൊണ്ടാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതൊരു കാർബോഹൈഡ്രേറ്റ് ഫുഡാണ്. 100 ഗ്രാം ബീൻസിൽ 20 ഗ്രാം കാർബോഹൈഡ്രേറ്റ് ഉണ്ട്. നിങ്ങൾ എത്ര ബീൻസ് പച്ചക്ക് കഴിക്കും? ഇതാണ് കാർബോഹൈഡ്രേറ്റ്. ഓക്കെ, ഇത് ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യുന്നതല്ല, ഇതിലുള്ളതാണ് കാർബോഹൈഡ്രേറ്റ്. എത്ര ബീൻസ് പച്ചക്ക് നിങ്ങൾ കഴിക്കും? പക്ഷേ അപ്പോൾ നിങ്ങൾ കൂടുതൽ കഴിക്കാനുള്ള ടെൻഡൻസി വരും ഇല്ലയോ? പക്ഷേ നിങ്ങൾക്ക് ടെൻഡൻസി വരുന്നപ്പോൾ ഇതിലേക്ക് മിക്സ്ഡ് പൗഡറുകളും മിക്സ്ഡ് സാൾട്ടുകളൊക്കെ ഉപയോഗിക്കാൻ, ഓയിലുകൾ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ സെർവ് കാർബോഹൈഡ്രേറ്റ് പ്ലസ് സാൾട്ട്. ഫോർ എക്സാമ്പിൾ നിങ്ങൾ ചോറ്, അതുപോലെ തന്നെ രാവിലെ കഴിക്കുന്ന ദോശ, ഇഡ്ഡലി, ഇതിലൊക്കെ സാൾട്ട് ഇടുമ്പോഴാണ് നിങ്ങൾ കൂടുതൽ കഴിക്കാൻ ടെൻഡൻസി വരുന്നത്. എന്നാൽ എഗ്ഗിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ നിങ്ങൾ എഗ്ഗ് ബോയിൽ കഴിക്കുമ്പോൾ നിങ്ങൾ കൂടുതൽ കഴിക്കാൻ കഴിയില്ല. എന്നാൽ നിങ്ങൾ അത് ഓംലേറ്റ് ചെയ്യുമ്പോൾ അതിലേക്ക് മസാല ഇട്ടിട്ട് നിങ്ങൾ ഓംലേറ്റ് ചെയ്യുന്ന സമയത്ത് ഉള്ളിയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഓംലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരേ സമയത്ത് 10 എഗ്ഗിനെ നിങ്ങൾക്ക് കഴിക്കാൻ കഴിയും, ഇൻടേക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മൾ ഏത് രീതിയിലാണോ കഴിക്കുന്നത്, ഏത് റെസിപ്പിയിലാണോ നമ്മൾ കഴിക്കുന്നത്, അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും അത് കൂടുതൽ കഴിക്കണ്ടേ നമ്മുടെ ബോഡി തീരുമാനിക്കുന്നത്. ചിക്കൻ ഒരു അഡിക്ഷൻ ഫുഡാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ചിക്കൻ KFC ലോകത്തെ ഏറ്റവും വലിയ മാർക്കറ്റിംഗ് ആണ്. നമ്മുടെ ഫുഡ് ഇൻഡസ്ട്രി ശനി ഞായർ ദിവസങ്ങളിൽ നിങ്ങൾ സവായക്ക് പോയി കഴിഞ്ഞാൽ പറ്റും ഏറ്റവും കൂടുതൽ കഴിക്കുന്നത് ചിക്കനാണ്. അത് കാർബോഹൈഡ്രേറ്റ്, അതുപോലെ റൊട്ടിയും പച്ചക്കറിയും കുറച്ച് കഴിക്കുള്ളൂ. ഏറ്റവും ഒരാൾ തന്നെ ചിലപ്പോൾ ഒരു ചിക്കൻ ഫുള്ള് കഴിക്കും. ഇവർ നമ്മളോട് എന്താ പറയുന്നത്? കാപ്സിലുണ്ട്, ചിക്കനിലുണ്ട് ഹോർമോൺ. പക്ഷേ കാപ്സ് നമ്മൾ സ്പൈസസ് യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് പ്രശ്നമല്ലേ? ഞാൻ നിങ്ങളോട് എല്ലാവരോടും ഒരു കാര്യം ചോദിക്കട്ടെ. ചിക്കൻ നിങ്ങൾ പച്ചക്കാണോ കഴിക്കുന്നത്? ഫിഷ് നിങ്ങൾ പച്ചക്കാണോ കഴിക്കുന്നത്? ബീഫ് നിങ്ങൾ പച്ചക്കാണോ കഴിക്കുന്നത്? അല്ല, സ്പൈസസ് യൂസ് ചെയ്യുന്നില്ലേ? അപ്പോൾ അവിടെ ഈക്വൽ ആയില്ലേ? ആരെങ്കിലും നിങ്ങളുടെ അടുത്ത് വന്നിട്ട് ഹോർമോൺ എൻസൈം എന്നൊക്കെ പറയുമ്പോൾ അത് ഞാനായാലും അവനായാലും ആരായാലും അത് വിശ്വസിക്കാതെ നിങ്ങൾ കോമൺ സെൻസ് യൂസ് ചെയ്ത് ചിന്തിക്കുക. നിങ്ങളുടെ ഉള്ളിലേക്ക് ഇവർ മിത്തടിച്ച് കയറ്റുകയാണ്. ഇവർക്ക് എന്താണ് ഡയറ്റ് എന്ന് അറിയില്ല, ഫാറ്റ് പ്രോട്ടീൻ ആയിട്ട് എടുത്തുള്ള എക്സ്പീരിയൻസ് അറിയില്ല, കുറേ ഗൂഗിൾ എഡ്യൂക്കേഷനും ChatGPT ആയിട്ടാണ്. ഞാൻ അങ്ങനെയല്ല. ഞാൻ പ്രോപ്പർ ഇൻസ്റ്റിറ്റ്യൂട്ട് പോയിട്ട് നിങ്ങളോട് മുന്നിൽ പറഞ്ഞിരുന്നു. ഇപ്പോൾ ഞാൻ പഠിച്ചിട്ടാണെങ്കിൽ പോലും ഞാൻ പറയുന്നത് തെറ്റാണെന്ന് ചൂണ്ടിക്കാണിക്കുന്നു. പിന്നെ ശരിയായിരിക്കും, ആഴ്ചയിൽ 5 ദിവസം കാപ്സ് എടുത്തിട്ട് 2 ദിവസം നിങ്ങൾ ചിക്കൻ കഴിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ചിലപ്പോൾ കൂടുതൽ തിന്നാൻ പറ്റും. അത് ഏത് ഡയറ്റാണെന്ന് എനിക്കറിയില്ല. 5 ദിവസം കാപ്സ് എടുത്തിട്ട് 2 ദിവസം ചിലപ്പോൾ തെറ്റിപ്പോയതായിരിക്കും. ശരി. പിന്നെ പറയുന്നത് KFCയിൽ ഏറ്റവും കൂടുതൽ വിൽക്കുന്നത് നിങ്ങൾ ചിക്കനാണ്. KFCയിൽ ഏറ്റവും കൂടുതൽ അവർ സെൽ ചെയ്യുന്ന സാധനം എന്ന് പറഞ്ഞാൽ ബ്രോസ്റ്റഡ് ചിക്കനാണ്. ബ്രോസ്റ്റഡിൽ എന്താണെന്നുള്ളത് നിങ്ങൾ ആലോചിക്കുക. ഞാൻ ഡെയിലി 100 ആൾക്കാരെ ഫാറ്റ് പ്രോട്ടീൻ ആയിട്ട് കൊടുത്തിട്ട് അസിസ്റ്റ് ചെയ്യുന്നതാണ്. എനിക്ക് ഡെയിലി കേൾക്കുന്നുണ്ട്, ചേട്ടാ എനിക്ക് വയ്യ, എനിക്ക് ഡെയിലി ചിക്കൻ കഴിക്കാൻ വയ്യ, അല്ലെങ്കിൽ ബീഫ് കഴിക്കാൻ വയ്യ, എൻ്റെ വയറ് പെട്ടെന്ന് ഫുള്ളാവുന്നു, എനിക്ക് കുറച്ച് പരിധി വിട്ട് കഴിക്കാൻ പറ്റുന്നില്ല എന്നാണ് പറയുന്നത്. അത് നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടാവും. ചിലപ്പോൾ നമ്മളെ പോലെയുള്ള ആൾക്കാർ പ്രോട്ടീൻ കിട്ടാൻ വേണ്ടിയിട്ട് ഫോഴ്സ്ഫുള്ളി ചിലപ്പോൾ കഴിച്ചെന്ന് വരാം. നിങ്ങളുടെ പാരൻസ് എത്ര ആൾക്കാർ ചിക്കൻ അടുപ്പിച്ച് കഴിക്കുന്നുണ്ട്? ഒരു 4 ദിവസം അടുപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ ചിക്കനോ ബീഫോ എന്നും ചിക്കനാണെന്ന് പറയുക. പിന്നെ ഇവർ പറയുന്ന വാദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ബോയിൽഡ് ഒക്കെ ആയിട്ട് കഴിച്ചുകൊണ്ടാണ് പ്രശ്നം. ഇത് കറി വെച്ച് കഴിച്ചു കഴിഞ്ഞാൽ വല്ല പ്രശ്നമുണ്ടോ? ഇല്ലല്ലോ. ഇത് അത് പറഞ്ഞിട്ട് പറയരുത് നിങ്ങളിത് പച്ചവെള്ളത്തോട് പോകണം എന്ന് പറയരുത്. എന്നാൽ മാത്രമേ ഈ ഹോർമോൺ റിലീസ് ചെയ്യുന്നു പറയരുത്. കാരണം ഇവർ എന്തെങ്കിലും വാദം ജയിക്കാൻ വേണ്ടിയിട്ട് ചപ്പും ചവറും പറയും. കാരണം ഇവർ ചപ്പും ചവറും നിന്നിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ളൂ ഇവർക്ക്. നിങ്ങൾ ഈ വീഡിയോ, ഞാൻ അടുത്ത് വെക്കുന്ന വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. എല്ലാ ലൈനും നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഞാൻ രാവിലെ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നപ്പോൾ ഒരു 11:30 അപ്പോൾ ഞാൻ ഫുഡ് കഴിച്ചാണ്. അപ്പോൾ എനിക്ക് വിശന്ന് ആ സമയത്ത് വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചു. 14 എഗ്ഗാണ് ഞാൻ രാവിലെ കഴിച്ചത്. അതുപോലെ തന്നെ ഞാൻ ഈവനിങ് ഡ്യൂട്ടി കഴിഞ്ഞ് തിരിച്ച് വന്ന സമയത്ത് ഒരു 11 മണിയായി. അപ്പോൾ എനിക്ക് വിശന്ന് ഞാനൊരു 11 എഗ്ഗ് ഉണ്ടാക്കി. പക്ഷേ 8 കഴിച്ചപ്പോൾ എനിക്ക് വയറ് ഫുള്ളായി. അപ്പോൾ ഞാൻ രാവിലെ ഒരു 14 എണ്ണോ വൈകുന്നേരം ഒരു 8 കഴിച്ചു. ഞാൻ നോർമലി ഇങ്ങനെ തന്നെയാണ് കഴിക്കും. ഞാൻ അത് മെയിലെടുത്ത വീഡിയോ ആണ്. ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടോ, രാവിലെ 11:30 ആയപ്പോൾ എനിക്ക് വിശന്ന്, അതായത് എൻ്റെ ബോഡി സിഗ്നൽ നിന്ന് റിജൻ നിങ്ങൾക്ക് വിശക്കുന്നുണ്ടെങ്കിൽ ഫുഡ് കഴിക്കണം. ഞാൻ ഫുഡ് കഴിച്ചു. 14 എഗ്ഗും ബീഫ് കറിയാണ് കഴിച്ചത്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഫുഡ് എടുക്കുന്നത് രാത്രി 11 മണിക്കാണ്. അത് ഓൾമോസ്റ്റ് 12 മണിക്കൂറിനടുത്ത് ഞാൻ ഫാസ്റ്റിംഗാണ്. ഫാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഞാൻ പട്ടിണി എടുക്കുകയല്ല, നമ്മുടെ ബോഡി അടുത്ത് വിശക്കുന്നുണ്ടെന്ന് സിഗ്നൽ തരുന്ന ആ ഗ്യാപ്പാണ് ഫാസ്റ്റിംഗ് ഉദ്ദേശിച്ചത്. നിങ്ങൾ കലോറി ബേസ്ഡ് ഡയറ്റിലാണെങ്കിൽ രാവിലെ കുറച്ച് ഭക്ഷണം കഴിക്കും, എന്നിട്ട് കിടക്കും പട്ടിണി. ഉച്ചയ്ക്ക് കുറച്ച് ഭക്ഷണം കഴിക്കും, പിന്നെ കിടക്കും. പട്ടിണി ഒന്നും മെലിയാൻ ഏത് പൊട്ടനെ കൊണ്ടും പറ്റും, ആർക്ക് കൊണ്ടും പട്ടിണി ഇത് മെലിയിപ്പിക്കാൻ പറ്റും. എന്നിട്ട് രാത്രി 11 മണി ആയ സമയത്ത് ഞാൻ രാവിലെ 14 എഗ്ഗ് എടുത്ത ആളാണ്. ഞാൻ മിനിമം 14 എണ്ണം എടുക്കണം. അത് ഞാൻ കറി കൂട്ടിയാണ് കഴിക്കുന്നത്. ഇവർ പറയുന്ന പോലെ കറി കൂട്ടി കഴിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കൂടുതൽ കഴിക്കുന്നല്ലേ പറഞ്ഞു. ഇന്നത്തെ ഞാൻ കഴിക്കുന്നത് രാത്രി 8 എണ്ണം കഴിച്ചപ്പോൾ എൻ്റെ വയറ് നിറഞ്ഞു. എൻ്റെ ബോഡി എനിക്ക് സിഗ്നൽ തന്നു, ഇന്നത്തേക്കുള്ള കലോറി ആയി, ഇത് മതി. ഞാൻ പറഞ്ഞില്ലേ, കലോറി ഇന്നും കലോറി ഔട്ടൊക്കെ നമ്മുടെ ബോഡി ഡിസൈഡ് ചെയ്യുക. നമുക്ക് എത്ര കലോറി വേണ്ടത് നമ്മുടെ ബോഡി ഡിസൈഡ് ചെയ്യുക. അല്ലാതെ കലോറി ബേസ്ഡ് ഡയറ്റിൽ പറഞ്ഞ പോലെ ഇന്ന് നിങ്ങൾ 1500 കലോറി, നാളെ നിങ്ങൾ 1500 കലോറി, മറ്റന്നാൾ 1500 കലോറി അല്ല. ഞാൻ ചെയ്ത എക്സ്പീരിയൻസ് നിങ്ങൾക്ക് മുന്നിൽ കാണിച്ചു തരികയാണ്. ഇന്ന് ഞാൻ വർക്കൗട്ടിനൊന്നും പോയിട്ടില്ല. അപ്പം എനിക്ക് 20 എഗ്ഗിൻ്റെ ആവശ്യമില്ല, 15 എഗ്ഗ് മതി, 12 എഗ്ഗ് മതിയാവും.
കാരണം എനിക്ക് അന്ന് കുറച്ച് എനർജി മതി. നാളെ ഞാൻ നല്ല രീതിയിൽ ഹെവി ആയിട്ട് വർക്കൗട്ടൊക്കെ ചെയ്യുന്നുണ്ട്, ഹെവി ആയിട്ട് ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ 20-25 എഗ്, ഞാൻ 28 എഗ് വരെ എടുത്ത ദിവസങ്ങളുണ്ട് ഒരു ദിവസം. അതെന്താ, നമ്മുടെ ബോഡി അതിനനുസരിച്ച് റെഗുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതായത് ഇവർ പറയുന്നത് പോലെ ഈ കറി കൂട്ടി കഴിച്ചു കഴിഞ്ഞാൽ കൂടുതൽ കഴിക്കുക, അല്ലെങ്കിൽ കറി കൂട്ടി കഴിക്കാതിരുന്നെങ്കിൽ നിങ്ങൾ ഡെയിലി ചിക്കൻ കഴിക്കുക. ഒരാഴ്ച നിങ്ങൾ ചിക്കൻ മാത്രം നിങ്ങൾ കഴിച്ച് എക്സ്പീരിയൻസ് ചെയ്യുക, എത്രമാത്രം നിങ്ങൾക്ക് കഴിക്കാൻ പറ്റും തോന്നുന്നു. നിങ്ങൾ രാവിലെ വയറ് നിറച്ച ചിക്കൻ കഴിക്കുക, അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് വയറ് നിറച്ച ചിക്കൻ കഴിക്കുക. പറ്റില്ല മക്കളെ. കാരണം എന്താ പറയുക, എനിക്കിവിടെ ചെയ്ത എക്സ്പീരിയൻസ് എന്നിൽ മാത്രമല്ല 100 ആൾക്കാർ ചെയ്ത എക്സ്പീരിയൻസ് ഉണ്ട്. ഞാൻ അടുത്ത എന്താ പറയുന്നത് അറിയോ? അടുത്ത് നിങ്ങളോട് ഇവരെന്താ പറയുന്നത് അറിയോ? നിങ്ങൾക്ക് വൈറ്റമിൻസ് വേണം ഡൈജഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇവർക്ക് പ്രോട്ടീൻ ഡൈജഷൻ എന്താണെന്ന് അറിയില്ല, കാർബ് ഡൈജഷനോ ഫാറ്റ് ഡൈജഷനോ ഒന്നും അറിയില്ല. കുറേ ഗൂഗിൾ എഡ്യൂക്കേഷൻ മാത്രമേ ഉള്ളൂ. വൈറ്റമിൻ സി നിയർ ദാൻ 1000 mg വേണം. നിങ്ങൾ 15-18 ഓറഞ്ച് വെക്കുക. വൈറ്റമിൻ ഇ 400 to 600 IU വേണം. നമുക്ക് ഫുഡൊന്നും കിട്ടില്ലെങ്കിൽ സപ്ലിമെൻറ്റ്സ് എടുത്തേ പറ്റുമോ? എൻ്റെ മീറ്റിൽ വൈറ്റമിൻസ് അല്ലേ, മീറ്റിൽ ഓർഗൻസിൽ ഇഷ്ടമുള്ള വൈറ്റമിൻസ് ഉണ്ട്. എന്തിന് എഗ് യോക്കിലുണ്ട് വൈറ്റമിൻസ്. ഇവരെ നിങ്ങൾ ഇങ്ങനെ കള്ളത്തരം സെല്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ മേലെ കുറച്ച് വൈറ്റമിൻസ്, പിന്നെ ഹോർമോൺസ്, എൻസൈം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പൂമ്പടി ഇട്ടിട്ട് നിങ്ങൾ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. കാപ്സ് അത്യാവശ്യമാണെന്ന് ഇവർ പറഞ്ഞു. കാപ്സ് കുറേ എടുക്കണമെന്നാണ് പറയുന്നത്. നിങ്ങളുടെ വീട്ടിൽ തൊട്ടടുത്ത്, എൻ്റെ ഫ്രണ്ട് പറഞ്ഞ പോലെ നിങ്ങളുടെ വീട്ടിൽ തൊട്ടടുത്ത് 5 സ്ഥലത്ത് പോകുന്നുണ്ട്. നാളെ തന്നെ പോയി നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യും. അവിടെ തൈറോയ്ഡ് ഉണ്ടാവും, PCOD ഉണ്ടാവും, ഷുഗർ ഉണ്ടാവും, ഫാറ്റി ലിവർ ഉണ്ടാവും, യൂറിക് ആസിഡ് ഉണ്ടാവും. നിങ്ങൾ പോയി അന്വേഷിക്കുക. ഇതൊക്കെ ചിക്കനും ഫാറ്റ് എടുത്തുകൊണ്ട് വന്നല്ല, നിങ്ങൾ കാപ്സ് എടുക്കുന്നതുകൊണ്ട് വരുന്ന അല്ല. ആരെങ്കിലും പറയുന്നത് വിശ്വസിക്കാൻ നിങ്ങൾ പോയി അന്വേഷിക്കുക. ഇവർ വിചാരിച്ചിരിക്കുന്നത് ഈ ഫാറ്റ് പ്രോട്ടീൻ ഡയറ്റ് എന്ന് പറയുന്നത് ഈ കലോറി ബേസ്ഡ് ഡയറ്റ് പറയുന്ന പോലെ ചിക്കനൊക്കെ പുഴുങ്ങി കഴിച്ചിട്ട് അല്ലെങ്കിൽ കുറച്ച് ഭക്ഷണം കുറിച്ച് കഴിച്ചിട്ട് ജീവിക്കുകയാണ് അവരുടെ വിചാരം. ഞാൻ നേരത്തെ അടുത്ത് കള്ളത്തരാണെന്ന് വിചാരിക്കും. എഗ് എടുത്ത് ഞാൻ എൻ്റെ ക്ലയൻസിന് കൊടുക്കുന്ന ഡയറ്റിൻ്റെ ചെറിയൊരു മെനു നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം. ഈ ഡയറ്റ് എടുക്കുന്ന സമയത്ത് നമ്മൾ എന്താ ശ്രദ്ധിക്കേണ്ടത് അറിയാം? നമ്മുടെ ബോഡീനെ ഫോഴ്സ് ചെയ്ത് കഴിക്കാതിരിക്കും. നിങ്ങൾ രാവിലെ എണീച്ചു വിശക്കാണെങ്കിൽ ഭക്ഷണം കഴിച്ചോ, ഇല്ലെങ്കിൽ വേണ്ടി വിട്ടേക്ക്. എപ്പോഴാണ് വിശക്കുന്നത് അപ്പോൾ മാത്രം ഭക്ഷണം കഴിക്കുക. കഴിക്കുന്നത് ചിക്കൻ, ഇറച്ചി, മീൻ, മുട്ട, പനീർ, ഓൾ മീറ്റ് ഐറ്റംസ് നിങ്ങൾക്ക് കഴിക്കാം. കരിച്ചോ പൊരിച്ചോ വറുത്തോ അല്ലെങ്കിൽ സ്പൈസസ് യൂസ് ചെയ്തിട്ടോ എന്ത് വേണമെങ്കിലും ചെയ്യാം. നിങ്ങൾ കരിക്കാനോ പൊരിക്കാനോ യൂസ് ചെയ്യുകയാണെങ്കിൽ ബട്ടറും കോക്കനട്ട് ഓയിലും മാത്രം യൂസ് ചെയ്യാം. ഓക്കെ. ഇവർ കുറേ സ്റ്റഡീസ് ആയിട്ട് വരും. അമേരിക്കൻ സ്റ്റഡി, ഈ യൂണിവേഴ്സിറ്റി സ്റ്റഡി, ചിക്കൻ എടുത്താൽ ക്യാൻസർ വരും, ചിക്കൻ എടുത്താൽ യൂറിക് ആസിഡ് വരും എന്നൊക്കെ പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ബീഫ് എടുത്താൽ യൂറിക് ആസിഡ് ഒക്കെ വരും എന്ന് പറഞ്ഞിട്ട് വരും. നിങ്ങളുടെ ചുറ്റുപാടും സറൗണ്ട്സ് നിങ്ങൾ നിരീക്ഷിക്കുക, എന്നിട്ട് അന്വേഷിച്ച് കണ്ടെത്തുക. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇത് ഞാനായാലും അവനായാലും ആരായാലും ഒരു കാര്യം പറയുന്ന സമയത്ത് നിങ്ങൾ ആലോചിക്കുക, നിങ്ങൾ കോമൺ സെൻസ് വെച്ചിട്ട്. എനിക്ക് നിങ്ങൾക്ക് തെറ്റ് പറഞ്ഞു തന്നിട്ട് ഒന്നും കിട്ടാനില്ല. നിങ്ങളോട് ഞാൻ എപ്പോഴും പറയാറുണ്ട്, നിങ്ങൾക്ക് കാപ്സ് എടുക്കണമെങ്കിൽ എടുക്കാം, മോഡറേറ്റ് ലെവൽ കാപ്സ് എടുത്ത് പോകണമെങ്കിൽ നിങ്ങൾക്ക് എടുത്ത് പോകാം. അല്ലെങ്കിൽ നിങ്ങൾ ഫാറ്റ് പ്രോട്ടീൻ, അത് നമ്മുടെ ഇഷ്ടമാണ് ഫുഡ് കഴിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറ്റ് എടുക്കണം, ഡയറ്റ് എടുക്കാം, ഡയറ്റ് എടുക്കണമെങ്കിൽ ഡയറ്റ് എടുക്കണ്ട. ഞാനൊരു പ്രോപ്പർ വീഡിയോ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ സന്തോഷത്തിനാണ് നമ്മൾ ഫുഡ് കഴിക്കുന്നത്. പക്ഷേ ഞാനൊരു ഫിറ്റ്നസ് ട്രെയിനർ എന്ന നിലയിൽ ഞാൻ എപ്പോഴും എൻ്റെ ഫോളോവേഴ്സിനോട് നീതി പുലർത്താൻ ശ്രമിച്ചിട്ടുണ്ട്. അത് ഇന്നും ഉണ്ടാവും, അത് നാളെയും ഉണ്ടാവും.